Hello everyone, we are coming from Psychotherapy. പ്രജിത്തെ, ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. എന്താണ്? ഡ്രാക്കുള ഫിഷിങ്. ഞാനും വായിച്ചായിരുന്നു. അങ്ങനെ ഫിഷിങ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടെന്ന്. സംഭവം കേട്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, റിസർച്ച് ചെയ്തു. പക്ഷെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് അല്ലേ? എനിക്കതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫിഷിംഗ് ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് ആയിട്ട് ഫിഷിങ്ങിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ട് അവര് 19,000 ഡൊമൈൻസ് കോംപ്രമൈസ് ആയിട്ടുണ്ട്. 200+ കൺട്രീസ് അതിന്റെ റിസ്കിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അവർ പരിപാടി ചെയ്തിരിക്കുന്ന കറക്റ്റ് വൃത്തിയായിട്ടാണ്, അടിപൊളിയായിട്ടാണ് ഫിഷിങ് സിമുലേറ്റ് ചെയ്തിട്ട് അയച്ചേക്കുന്നത്. ഇപ്പൊ iOS-ന്റെ SMS പ്ലാറ്റ്ഫോമിനെ വരെ ഫിഷിംഗ് ബൈപ്പാസ് ചെയ്തിട്ട് ഇപ്പൊ ഫയർവാൾ വേർഷൻ ചെയ്തിട്ട് ഉള്ളിൽ കയറുന്ന രീതിയിൽ അവന്മാർ സിമുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താണെങ്കിലും നല്ല വൃത്തിയായിട്ട് അവന്മാർ എന്താണെങ്കിലും ഫിഷിംഗ് സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഡ്രാക്കുള ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കായിരുന്നു. ഞാൻ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ പറയുന്നത് വെച്ചാല് കുവൈറ്റിലെ ഒരു പാർസൽ സർവീസില് നിങ്ങൾ ഓർഡർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് കറക്റ്റ്. അതേപോലെ തന്നെ പേയ്മെന്റ് ഒക്കെ പോയും ചെയ്തു, അവർക്ക് ഓർഡർ കളക്റ്റും ചെയ്തു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഒരു ഫിഷിംഗ് സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിനെ ക്ലോൺ ചെയ്ത് ഇപ്പൊ ട്രഡീഷണൽ ഫിഷിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോർമലായിട്ട് വെബ്സൈറ്റിന്റെ ക്ലോൺ ഉണ്ടാക്കുമ്പം ഒരു പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് കറക്റ്റായിട്ട് അവർ ഐഡിയ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ പുറകിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ബ്ലാക്ക് ഹാറ്റ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. വേറൊരു സംശയം വെച്ചാല് ഇപ്പോ ഓർഡർ വന്നിട്ടുണ്ട്, അല്ലെ ഓർഡർ നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കറക്റ്റ് ആയിട്ട് അവർക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ടാർഗറ്റിനെ. നമ്മൾ ടാർഗറ്റ് ചൂസ് ചെയ്യാവുന്ന ഒരു മനുഷ്യനെ ചിലപ്പോൾ ചൂസ് ചെയ്യും, ഒരു റീജിയൻ ചൂസ് ചെയ്യും. അവർക്ക് ഫിഷിംഗ് നടത്തണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അറ്റാക്ക് വെക്ടർ അല്ലെങ്കിൽ അവർ ആരെയാണോ ടാർഗറ്റ് ഓഡിയൻസ് അവരെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ സിമുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ പോസിബിൾ വഴിയൊക്കെ മേ ബി എനിക്ക് ഇതിന്റെ വർക്കിംഗ് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ എന്നാലും ബാക്ക് ഡോർസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി ഫിഷിംഗ് സിമുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് വേണ്ട എൻവയോൺമെന്റ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കറക്റ്റായിട്ട് OTPs വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ SMS വരുമ്പോഴോ ഇത് അറ്റാക്കേഴ്സിന് വഴി പോകുന്നുണ്ടാവും. അപ്പോഴാണ് അതിന്റെ ആഫ്റ്റർ ആയിട്ട് ലാസ്റ്റ് ഫൈനൽ എൻഡിലായിരിക്കും അവർ ഫിഷിംഗ് സിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രെഡൻഷ്യൽസ് നമ്മുടെ തന്നെ അവർ ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. യൂസറിനെ കൊണ്ട് തന്നെ യൂസർ ഡേറ്റ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചിട്ട് അറ്റാക്കറിനെ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ട്രഡീഷണൽ ഫിഷിംഗ് ഈ പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഡ്രാക്കുള ഭയങ്കര വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇവര് പെട്ടെന്ന് വന്നൊരു സംഭവമല്ല, മേ ബി ദിവസങ്ങളോ അല്ല മാസങ്ങളോ എടുത്ത് ഒരു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഫിഷിംഗ് ഈസി ആയിട്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ ആളെ വിളിച്ച് പറ്റി ഫിഷിങ്ങിന്റെ കാറ്റഗറി തന്നെ പറയുന്നത് സ്മിഷിംഗ് എന്ന് പറയും, SMS ഫിഷിങ്ങിനെ സ്മിഷിംഗ് എന്ന് പറയും, കോൾ വിളിച്ച് പറ്റിക്കുന്നതിനെ വിഷിംഗ് എന്ന് പറയും, വോയിസ് ഫിഷിംഗ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ സിമുലേറ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് ടൈപ്സ് ആയത്. നമുക്ക് മനുഷ്യന്മാരെ പറ്റിക്കണ്ടേ, സിസ്റ്റത്തെ പറ്റിക്കണമെങ്കിൽ സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ മനുഷ്യൻ എന്താ എപ്പോഴാണ് ചെയ്യേണ്ടത്, നമ്മൾ ടാർഗറ്റിനെ പറ്റി പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ കഷ്ടപ്പാടാണ്. പക്ഷേ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അവരെന്തായാലും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ച് നാളത്തെ പരിശ്രമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫിഷിംഗ് സിമുലേഷൻ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. ഇതില് ആർട്ടിക്കിൾ വായിച്ച പോലെ ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, പിന്നെ അതേപോലെ ചൈനയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ചൈനയുടെ സർവീസ് എന്നാണ് ഞാൻ കേട്ടത്. ചൈന ഇപ്പൊ ഈ ഡ്രാക്കുള ഈ പ്രോജക്റ്റിൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണെന്ന് ഞാൻ അവരുടെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്കർ പോലത്തെ സർവീസസ് അതിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ വരെ ഇവര് എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു സംശയം ചോദിക്കണം വീണ്ടും, യൂസർ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി കാണിച്ചിട്ടാണോ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവരിൽ എത്തുന്നത്, അതോ അവരെന്നെ ഇതുപോലെ സാമ്പിൾ ഇട്ട് എന്താ കൊളുത്തി നോക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നടക്കുന്നത്? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ കൊളുത്തി നോക്കുന്നത് തന്നെയാ. പക്ഷെ ഇവിടെ വളറബിൾ അല്ല, പ്രശ്നമുള്ള ആള് യൂസറാ. ഇപ്പൊ നമുക്ക് എല്ലാ ടെക്നോളജിയും വേണം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫ്ലോസ് അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിയാക്കാൻ പറ്റാത്തത് ഹ്യൂമൻ ബ്രെയിൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ ട്രഡീഷണൽ ഫിഷിംഗ് ഒക്കെ ഇട്ടില്ലേ, ഐഫോൺ വിന്നർ ആയിട്ടുണ്ട്, ഈ ഫോൺ ബില്ല് ചെയ്യേ. അപ്പോൾ ഇമോഷൻസിനെ ആയിരിക്കും ചില സമയത്ത് അവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. ചുമ്മാ ഫോണിൽ വിളിച്ച് OTP ചോദിച്ചാൽ ആരും പറഞ്ഞു കൊടുക്കത്തില്ലല്ലോ. അപ്പൊ അവർ ചിലപ്പം ഇപ്പോൾ ഏതെങ്കിലും ഇൻഷുറൻസിന്റെ ലോഗിൻ പോർട്ടലിൽ കയറിയിട്ട് ചുമ്മാ സാമ്പിൾ ഡമ്മി ഡേറ്റ യൂസറിനെ മാത്രം അടിച്ചിട്ട് പാസ്വേഡ് ഇട്ട് ഫോർവേഡ് പാസ്വേഡ് അടിച്ചാൽ OTP വരുമല്ലോ നമുക്ക്.
അപ്പോൾ ഒരു യൂസർ നോക്കാൻ നേരം ഒരു 10 OTP വന്നിട്ടുണ്ട് ഇൻഷുറൻസിന്റെ കമ്പനിയിൽ, അവർ ശ്രദ്ധിച്ചില്ല, അപ്പോൾ ഇഗ്നോർ ചെയ്തെന്ന് കേട്ടോ. ഇനി 11ാമത് അയക്കുന്നതായിരിക്കും ചിലപ്പോൾ ഫിഷിംഗ് മെയിൽ. അപ്പോൾ ഈ ഫിഷിംഗ് മെയിൽ വരുന്നത് അവരെന്നെ ലോഗിൻ ചെയ്ത് നോക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡ് ഈ ഇൻഷുറൻസിന്റെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ ഇനി അതിന് മുമ്പ് അയാളെ വിളിച്ച് പറ്റിച്ചെന്ന് വെച്ചോ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്ക് ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലായിട്ടുണ്ട്, അർജന്റായിട്ട് സർജറി വേണം, പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ കൺവിൻസിങ് ആവും, അവരെ ഹുക്ക് ചെയ്യാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലേ. അപ്പോൾ ഈ ബ്രെയിനിനെ പറ്റിക്കുന്ന പോലെ അല്ലേ, അവരുടെ ഇമോഷൻസിനെ ടേക്ക് ഓവർ ചെയ്താണ് ശരിക്കും ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹുക്കപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും വളറബിൾ ആയിട്ടാണ് നമ്മളെ തന്നെ, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നമ്മുടെ ഡേറ്റ അവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഫിഷിംഗ്, ട്രഡീഷണൽ ഫിഷിംഗ്. പിന്നെ ഇപ്പോൾ ഫിഷിംഗ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി റെഡ് ടീമിങ് എൻഗേജ്മെന്റ് പോലെ നമ്മൾ കമ്പനിയിൽ പണിയെടുക്കുമ്പോഴും എല്ലാ പെൻ ടെസ്റ്റിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്ന നമ്മുടെ എംപ്ലോയീസിനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ, എംപ്ലോയി അവയർനെസ് ഉണ്ടോ, അറിയാണ്ട് ആരെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ അറ്റൻഡ് ആയിരിക്കും നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യുന്നത്. എത്ര സെക്യൂരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലും മനുഷ്യന്മാർ ഏതോ ഒരു പോയിന്റിൽ വീക്കാം. അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും വൃത്തിയായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ആർട്ടിക്കിൾ നമ്മൾ പഠിച്ച പോലെ അതിനകത്ത് അവർ സിമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷിംഗ് ആണ്, ഇത് നിൽക്കാനൊന്നും പോകുന്നില്ല. ഇപ്പം നോർമലായിട്ട് സേഫ് ആയിട്ട് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ഒരു ഡൊമൈൻ്റെ ലിങ്ക് കൊടുത്താൽ വാട്സപ്പ് അത് കണ്ടിട്ട് പറയാൻ പോകുന്നില്ല ഒരു ഫിഷിംഗ് URL ആണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെന്നാലേ ഫിഷിംഗ് URL ആണ് ഡിറ്റക്ട് ചെയ്തത്. പക്ഷേ അതുപോലും ഇല്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ബൈപ്പാസ് ചെയ്തവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആരും ഡിറ്റക്ട് ചെയ്യാതെ തന്നെ ഫിഷിംഗ് അവിടെ വർക്കൗട്ട് ആയത്. പിന്നെ ഫിഷിംഗ് അവർ ഉപയോഗിക്കുന്ന കുറേ ട്രഡീഷണൽ ടണൽസ് ഒക്കെ ഉണ്ട്. NGROക്ക്, ലോക്കൽ എക്സ്പോസ്, ക്ലൗഡ് ഫ്ലെയർ, ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുറേ ഉപയോഗിച്ച് യൂസ് ടു ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വെബ് ബ്രൗസറിനൊക്കെ അറിയാം ഇതിൽ നിന്ന് ഏതെങ്കിലും ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് ആയിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾറെഡി ബ്ലോക്ക് ചെയ്യും. ചില വെബ്സൈറ്റിൽ കയറാൻ നേരം സസ്പീഷ്യസ് കണ്ടന്റ് ഫൗണ്ട് അല്ലെ അക്സെപ്റ്റ് ദ റിസ്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടനൊക്കെ വരുന്നില്ലേ, സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലെങ്കിൽ. പക്ഷേ അതിനെ വരെ പറ്റിക്കുന്ന രീതി കുറച്ച് ലെജിറ്റ് ആയിട്ടാണ് ഇവർ സിമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നോക്കാൻ നേരം ഫിഷിങ്ങിനെ ഒരു സർവീസ് ആയിട്ട് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്.